കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചി വീണ്ടും ഒരു വൻ പെൺവാണിഭ മനുഷ്യക്കടത്ത് മാഫിയയുടെ പിടിയിലാണ്. പരസ്യ ഫാഷൻ രംഗങ്ങളിൽ തിളങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി പെൺകുട്ടികളെയും മോഡലുകളെയും ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന വൻ സാമ്രാജ്യത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദുബായ് പോലുള്ള വിദേശ നഗരങ്ങളിൽ ഉയർന്ന വേതനം ലഭിക്കുന്ന ഫാഷൻ ഷോകൾ, ബ്യൂട്ടി പാർലർ ജോലികൾ എന്നിവ വാഗ്ദാനം ചെയ്ത് തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് മയക്കുമരുന്ന് നൽകി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന അതിക്രൂരമായ വിനോദമാണ് കൊച്ചി സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. കേസിൽ പ്രധാന പ്രതിയായ അലീന എബ്രഹാമിന്റെ ലീക്കായ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതോടെ ഈ സംഘം പെൺകുട്ടികളെ കേവലം കച്ചവട വസ്തുക്കളാക്കി മാറ്റി കോടികൾ കൊയ്തതിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന അലീന എബ്രഹാമിന്റെ ശബ്ദരേഖ ഈ പെൺവാണിഭ മനുഷ്യക്കടത്ത് കേസിലെ അന്വേഷണത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. ഒരു ഇടപാടുകാരനുമായി പെൺകുട്ടികളുടെ റേറ്റ് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഈ ഓഡിയോ സന്ദേശത്തിലുള്ളത്. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഉണ്ടെന്ന്, പക്ഷെ ഞാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് റഹ്മത്തിൻ്റെത് ഓക്കെ ആക്കി. ഇപ്പോൾ ചേച്ചിക്ക് 1000 കൊടുത്തിട്ട് പൈസ വാങ്ങിയാൽ 10K, പിന്നെ 400 എക്സ്ട്രാ തന്നാലും 10K നൈറ്റിന്റെ പൈസയെ ആവുന്നുള്ളൂ. അതുകൊണ്ട് ഇത്രയും നേരം ഇരുന്നതുകൊണ്ട് ഫുൾ നൈറ്റിന്റെ പേയ്മെന്റ് പോലെ തന്നാൽ 1200 പറഞ്ഞാൽ 1200 കൊടുക്കാം. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് 20 കിട്ടും, പിന്നെ 200 എക്സ്ട്രായും ഉണ്ടല്ലോ എന്ന് അലീന പറയുന്ന സംഭാഷണം കേസിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ ശബ്ദരേഖയിൽ പ്രതിപാദിക്കുന്ന സാമ്പത്തിക കണക്കുകൾ ലക്ഷങ്ങളെക്കുറിച്ചാണോ അതോ വിദേശ കറൻസിയെക്കുറിച്ചാണോ എന്നതിനെക്കുറിച്ച് പോലീസ് ഇപ്പോൾ വിപുലമായ പരിശോധന നടത്തി വരികയാണ്. കൂടാതെ കേസിലെ 5ാം പ്രതിയായ റഹ്മത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളും ഇതിലുണ്ട്. ഇരകളെ നേരിട്ട് ഭീഷണിപ്പെടുത്തി അലീനയുടെ മറ്റൊരു ശബ്ദ സന്ദേശം കൂടി പോലീസിന് ലഭിച്ചതോടെ പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ അന്താരാഷ്ട്ര റാക്കറ്റിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് ബിസിനസിന്റെ മറവിൽ റാക്കറ്റ് നിയന്ത്രിച്ചിരുന്ന മുഖ്യ സൂത്രധാരിയും പെരുമ്പാവൂർ ഗുരുവായൂർ സ്വദേശിനിയുമായ സ്റ്റോയിസി ആണ് കേസിലെ 1ാം പ്രതി. ഇവർ മുംബൈ വിമാനത്താവളം വഴി രാജ്യം വിടാൻ ശ്രമിക്കവേ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. വിദേശത്തുള്ള ഇരകളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച 2ാം പ്രതി ഷംലയും വിദേശത്തെ ഇടപാടുകൾക്ക് പെൺകുട്ടികളെ കൈമാറുന്നതിനും സഹായിച്ച 5ാം പ്രതി റഹ്മത്തും നിലവിൽ വിദേശത്ത് ഒളിവിലാണ്. പൊന്നാനി സ്വദേശിനിയും മോഡലിംഗ് രംഗത്തെ സ്വാധീനം ഉപയോഗിച്ച് പെൺകുട്ടികളെ വലയിലാക്കുന്ന ഏജന്റുമായ 3ാം പ്രതി മഞ്ജിമ, കൊച്ചിയിലെ ക്രിമിനൽ സംഘങ്ങളുമായി അടുത്ത ബന്ധമുള്ളവളും പെൺകുട്ടികളെ കണ്ടെത്താനും ഇടപാടുകാരെ എത്തിക്കാനും സഹായിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശിനിയായ 4ാം പ്രതി അലീന എബ്രഹാം എന്നിവർ ഇതിനോടകം തന്നെ അറസ്റ്റിലായി റിമാൻഡിലും ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ്. കൂടാതെ പണം കൊയ്യാൻ തുടങ്ങിയതോടെ മുൻ ജോലി ഉപേക്ഷിച്ച് സിന്ധുവിന്റെ പ്രധാന സഹായിയായി മാറിയ മാവേലിക്കര സ്വദേശിയായ ബിലാൽ എന്ന 6ാം പ്രതിയെയും കഴിഞ്ഞ ദിവസം പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരങ്ങൾ അനുസരിച്ച് അതിസമർത്ഥവും അതീവ ആസൂത്രിതവുമായ രീതികളിലൂടെയാണ് ഈ മാഫിയ സംഘം പെൺകുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും വ്യാജ പരസ്യങ്ങളുമായിരുന്നു ഇവരുടെ ആദ്യത്തെ ആയുധം. ദുബായിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഫാഷൻ ഷോയിലേക്ക് മോഡലുകൾ ആവശ്യമുണ്ടെന്ന വ്യാജേന 2026 ജനുവരി മാസത്തിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകുകയും അന്താരാഷ്ട്ര തലത്തിലുള്ള എക്സ്പോഷറും ലക്ഷങ്ങളുടെ പ്രതിഫലവും വാഗ്ദാനം ചെയ്ത നിരവധി യുവതികളെ ആകർഷിക്കുകയും ചെയ്തു. തുടക്കത്തിൽ തികച്ചും പ്രൊഫഷണലായ രീതിയിൽ സംസാരിച്ച് പെൺകുട്ടികളിൽ പൂർണ്ണ വിശ്വാസം ജനിപ്പിച്ച ശേഷം വിസിറ്റിംഗ് വിസകൾ സംഘടിപ്പിച്ച് ഇവരെ ഗൾഫ് നാടുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അടുത്ത നീക്കം. ഇതിനായി ചിലർക്ക് ബ്യൂട്ടി പാർലർ ജോലികളും ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇരകൾ ദുബായിലെ ആഡംബര ഫ്ളാറ്റുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മികച്ച സൗകര്യങ്ങൾ നൽകി ഭ്രമിപ്പിക്കുമെങ്കിലും വൈകാതെ തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകളും പാസ്പോർട്ടുകളും പ്രതികൾ ബലമായി പിടിച്ചെടുക്കും. തുടർന്ന് ജ്യൂസിലോ എനർജി ഡ്രിങ്കുകളിലോ കടുത്ത മയക്കുമരുന്ന് പൊടികൾ കലർത്തി നൽകി അബോധാവസ്ഥയിലാക്കുകയും ഈ അവസ്ഥയിൽ ഇവരുടെ നഗ്നചിത്രങ്ങളും മോശം ദൃശ്യങ്ങളും ക്യാമറയിൽ പകർത്തുകയും ചെയ്യും. പിന്നീട് ഈ ഒളിക്യാമറ ദൃശ്യങ്ങളും ചിത്രങ്ങളും കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക്മെയിൽ ചെയ്തുമാണ് പെൺകുട്ടികളെ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരുന്നത്. ഈ അന്താരാഷ്ട്ര റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ട 2 യുവതികൾ ധൈര്യപൂർവ്വം പരാതിയുമായി മരട് പോലീസിനെ സമീപിച്ചതോടെയാണ് പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകമറിഞ്ഞത്. കുടിക്കാൻ നൽകുന്ന പച്ചവെള്ളത്തിൽ വരെ കടുത്ത മയക്കുമരുന്ന് പൊടി കലക്കി തങ്ങളെ ബോധരഹിതരാക്കിയെന്നും തുടർന്ന് നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നുമാണ് അതിലൊരു യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ വെളിപ്പെടുത്തിയത്. ക്രൂരതയെ എതിർക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തങ്ങളുടെ അശ്ലീല ദൃശ്യങ്ങൾ വീട്ടുകാർക്ക് അയക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും 1ാം പ്രതിയായ സിന്ധു ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയും ചെയ്തു.
വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും ദുബായിലെ ആഡംബര ഫ്ളാറ്റുകളിൽ തടവറയ്ക്ക് സമാനമായ സാഹചര്യത്തിൽ കഴിഞ്ഞിരുന്ന ഇരകൾ ഒടുവിൽ അവിടെയുള്ള ചില പ്രാദേശിക മലയാളി കൂട്ടായ്മകളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് അതിസാഹസികമായി രക്ഷപ്പെട്ട് നാട്ടിലെത്തിയത്. എന്നാൽ നാട്ടിലെത്തിയ ശേഷവും തങ്ങളെ വെറുതെ വിടാൻ പ്രതികൾ തയ്യാറായില്ലെന്നും കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ച് തങ്ങളുടെ വീടുകളിൽ എത്തിച്ച് നിരന്തരമായി ഭീഷണി മുഴക്കിയിരുന്നുവെന്നും യുവതികൾ വ്യക്തമാക്കുന്നുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതുപോലെ അതീവ ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം ഈ കേസിനെ വീക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 4ാം പ്രതിയായ അലീനയ്ക്ക് കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാ മാഫിയകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസ് ആഴത്തിൽ അന്വേഷിച്ചു വരികയാണ്. പരാതിക്കാരായ പെൺകുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും ഭീഷണിപ്പെടുത്താൻ ഈ ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കൂടാതെ കേസിൽ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി പ്രതികളുടെ ഫോണുകൾ, വാട്സപ്പ് ചാറ്റുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയവ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇരകളുടെ ദൃശ്യങ്ങൾ മറ്റിടങ്ങളിലേക്ക് പ്രചരിക്കാതിരിക്കാനുള്ള ശക്തമായ സൈബർ നീക്കങ്ങളും പോലീസ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ വിദേശത്ത് ഒളിവിലുള്ള 2ാം പ്രതി ഷംല, 5ാം പ്രതി റഹ്മത്ത് എന്നിവരെ എത്രയും വേഗം ഇന്ത്യയിലെത്തിച്ച് അറസ്റ്റ് ചെയ്യുന്നതിനായി ലുക്കൌട്ട് സർക്കുലറുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഇവരെ നാട്ടിലെത്തിക്കാൻ ആവശ്യമായ നയതന്ത്ര തലത്തിലുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഗ്ലാമർ ലോകത്തിന്റെ തിളക്കത്തിൽ വീണുപോകുന്ന യുവതികൾക്ക് ഈ കൊച്ചി കേസ് ഒരു വലിയ മുന്നറിയിപ്പാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ വരുന്ന വ്യാജ പരസ്യങ്ങളെയും റിക്രൂട്ട്മെന്റ് ഏജൻസികളെയും കൃത്യമായി പരിശോധിക്കാതെ വിദേശയാത്രയ്ക്ക് മുതിരരുതെന്ന് പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നാണക്കേട് ഭയന്ന് പല പെൺകുട്ടികളും ഇപ്പോഴും പരാതി നൽകാൻ മടിക്കുകയാണെന്ന് പോലീസ് സംശയിക്കുന്നു. പരാതി നൽകുന്നവരുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്നും കൂടുതൽ ഇരകൾ മുന്നോട്ട് വരണമെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമത്തിന്റെ എല്ലാ ലൂപ്പുകളും അടച്ച് പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് കേരള പോലീസ്.